യേശുവിൻ്റെ ക്രൂശീകരണ ഭാഗത്തിലെ 3 നമുക്ക് കടന്നു വരാം. യേശുവിൻ്റെ വിസ്താരവും ദണ്ഡനങ്ങളും. ഞാൻ തന്നെ എന്ന ഭാഷിതനാദം യോഹന്നാൻ 18:6. എന്ത് വ്യാഖ്യാനം നൽകിയാലും പടയാളികളെ ഇനി കർത്തവ്യത മൂഢരാക്കുന്ന രാജോചിതമായ ഒരു ഭാവമാണിത് കുറിക്കുന്നത്. യേശു തന്റെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. പടയാളികളുടെ മുൻപാകെ രാജാവിനെ പോലെ ആജ്ഞാപിക്കേണ്ട ക്രിസ്തു സ്വയം ഏൽപ്പിച്ചുകൊണ്ട് ശിഷ്യന്മാരെ വിട്ടയപ്പാൻ അനുവാദം ചോദിച്ചു. അങ്ങനെ മറ്റുള്ളവരെ സ്വതന്ത്രരാക്കി താൻ ബന്ധിക്കപ്പെട്ടു. ഈ സംഭവത്തിന്റെ വിശദ വിവരണമനുസരിച്ച് കാതറക്കപ്പെട്ട മനുഷ്യൻ മഹാപുരോഹിതന്റെ ദാസനായിരുന്നു. ഈ സംഭവത്തിൽ 4 സുവിശേഷകരും ഒരേ അഭിപ്രായത്തിലാണ് ആ കൃത്യം ചെയ്തത് പത്രോസ് ആണെന്നുള്ളതാണ്. ആ ദാസന്റെ പേര് മൽക്കോസ് ആണ്. യോഹന്നാൻ 18:10-11. യോഹന്നാൻ മാത്രം ഇത് വ്യക്തമാക്കുന്നു. വാളെടുത്ത പത്രോസിനോട് യേശു പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. വാൾ ഉറയിലിടുക. ക്രിസ്തീയ മാർഗം വാളിന്റെ വായ്ത്തലയാൽ വീശുന്നതല്ല, വചനത്താൽ ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള വാളായി ഹൃദയങ്ങളെ തുളപ്പിക്കുന്നതത്രേ. ആ ദാസന്റെ അറ്റുപോയ കാത് കർത്താവ് എടുത്തു വെച്ച് സൗഖ്യമാക്കി. പിടിക്കുവാൻ വന്നവനും സൗഖ്യം പ്രദാനം ചെയ്തവനത്രേ ക്രിസ്തു. അറസ്റ്റും വ്യാജ ആരോപണങ്ങളും കഠിനമായി മരണമെന്ന കൈപ്പേറിയ കാസായിൽ കൂടി പിതാവിന്റെ തേജസ് വെളിപ്പെടണമെന്ന് യേശുവിനറിയാം. പക്ഷേ മാനുഷിക ബുദ്ധി അത് ഗ്രഹിക്കുന്നില്ലല്ലോ. 1. യേശുവിന്റെ ആദ്യ വിസ്താരവും പത്രോസിന്റെ തള്ളിപ്പറച്ചിലും. ഹന്നാവിന്റെ മുൻപാകെ, കയ്യഫാവിന്റെ മുൻപാകെ. 1. ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോയി. ഈ വിസ്താരത്തെക്കുറിച്ച് സിനോപ്റ്റിക്കുകൾ ഒന്നും പറയുന്നില്ല. മഹാപുരോഹിതനായ ഹന്നാവ് ആ വർഷത്തെ ഔദ്യോഗിക പുരോഹിതനല്ല. റോമാ ഗവൺമെന്റ് പുരോഹിതന്മാരെ ആക്കുകയും നീക്കുകയും ചെയ്തിരുന്നു. സിറിയയിലെ ഗവർണറായിരുന്ന കീറിനിയസ് ആണ് AD 6 ഹന്നാവെ മഹാപുരോഹിതനായി വാഴിച്ചത്. ഹന്നാവയെ കുറിച്ച് പുതിയ നിയമങ്ങളിൽ മറ്റൊന്നും പറയുന്നില്ല. AD 17 യഹൂദയിലെ ഗവർണറായിരുന്ന വലേറിയസ് ഗ്രാറ്റസ് ഹന്നാവെ സ്ഥാനഭ്രഷ്ടനാക്കി പകരം മരുമകനായ കയ്യഫാവെ മഹാപുരോഹിതനാക്കി. AD 18 മുതൽ 36 വരെ ജോസഫ് കയ്യഫാവ് എന്നായിരുന്നു പേര് ജോസിഫസ് രേഖപ്പെടുത്തുന്നു. പുരാതന കാലത്ത് മഹാപൗരോഹിത്യം പരമ്പരാഗതവും ആജീവനാന്തവുമായിരുന്നു. എന്നാൽ റോമാക്കാരുടെ ആഗമനത്തോടെ അതെല്ലാം ഉപജാപങ്ങളുടെയും കേന്ദ്രമായി മാറി. തൽഫലമായി BC 37 AD 26 മധ്യേ 28 കുറയാതെ മഹാപുരോഹിതന്മാരുണ്ടായി. ഹന്നാവിന് ഇപ്പോൾ ഔദ്യോഗിക പദവിയില്ല. തന്റെ മക്കളിൽ 4 പേരും ഒടുവിൽ മരുമകനായ കയ്യഫാവും തന്റെ പിന്നാലെ വന്ന കയ്യഫാവാണ് ഔദ്യോഗിക മഹാപുരോഹിതൻ. എങ്കിലും ഹന്നാവാണ് ഭരണക്രമത്തിന്റെ പിന്നണിയിൽ വർത്തിക്കുന്നത്. മതനയ ജനങ്ങൾക്ക് അത് ബോധിച്ചിരുന്നു. അതാണ് കർത്താവിനെ അറസ്റ്റ് ചെയ്ത് ആദ്യം ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോയത്. ദാവീദിന്റെ കാലത്ത് സാദോക്കും അബ്യാഥാരും മഹാപുരോഹിതന്മാരായിരുന്നിട്ടുണ്ട്. 2 ശമൂവേൽ 15:35. മഹാപുരോഹിതൻ ഒന്നേ പാടുള്ളൂ. മതനിയമപരമായി യേശുവിനെ വിസ്തരിക്കേണ്ടത് സന്നിഹിതരെയും സംഘമാണ്. രാത്രിയിൽ ഇവർ കൂടുന്നത് നിയമവിരുദ്ധമായതിനാൽ ജനത്തിന്റെ ഇടയിൽ സ്വാധീനമുള്ള മുൻ മഹാപുരോഹിതനായ ഹന്നാവിന്റെ അടുക്കൽ യേശു ആനയിക്കപ്പെട്ടത്. യേശുവിന്റെ ശിഷ്യന്മാരെ പറ്റിയും ഉപദേശത്തെ പറ്റിയും താൻ ചോദിച്ചു. എന്റെ ഉപദേശം രഹസ്യമല്ല, പരസ്യമായിരുന്നു. കേട്ടവരോട് ചോദിക്കുക എന്ന് ഉത്തരം പറഞ്ഞു. ഇതിൽ അതൃപ്തനായ കാവാലികൻ യേശുവിന്റെ കണ്ണത്തടിച്ചു. വിനയോനിതനായ കർത്താവ്, ഞാൻ ദോഷമായി സംസാരിച്ചു എങ്കിൽ തെളിവ് കൊടുക്ക, എന്നെ തല്ലുന്നതെന്ത് എന്ന് ചോദിച്ചു. ഹന്നാവും കയ്യഫാവും തമ്മിലുള്ള ബന്ധം യോഹന്നാൻ മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. ആരോപണ വിധേയനായ ഒരാളിനെ കൊണ്ട് അവനെതിരെയുള്ള വാക്കുകൾ പറയുന്നതിന് ഇടയാകരുത് എന്ന നിയമം യേശു മഹാപുരോഹിതനെ അനുസ്മരിപ്പിക്കുകയാണ്. ഒരു കേസിൽ പ്രതികളുടെ കുറ്റം തെളിയിക്കേണ്ടത് സാക്ഷികളുടെ മൊഴിയാണ് ആദ്യം കേൾക്കേണ്ടത് എന്നാണ് യഹൂദ നിയമം. യേശുവിന്റെ ഉപദേശം കേട്ടവർ അസംഖ്യമാണ്. യോഹന്നാൻ 18:22. മഹാപുരോഹിതനെ മാനിച്ചില്ല എന്ന കുറ്റം ചുമത്തി കന്നത്തടിച്ചു ചേവകൻ. യോഹന്നാൻ 23:24. കുറ്റരഹിതൻ കുറ്റവാളിയെ പോലെ ശിക്ഷിക്കപ്പെടുന്നത് ശരിയല്ല. അത് ചേവകനുള്ള താക്കീതായിരുന്നു. ഒരു ചെകിടത്ത് അടി കൊണ്ടപ്പോൾ മറ്റേ ചെകിട് യേശു കാണിച്ചു കൊടുത്തില്ല. വലത്തെ ചെകിട്ടത്തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക എന്നതിന്റെ അർത്ഥം മത്തായി 5:39. ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ, ശാരീരിക പ്രതിരോധം കൂടാതെ ദോഷം സഹിക്കണമെന്നാണ്. തന്റെ ശരീരം മുഴുവൻ ക്രൂശിപ്പാൻ ഏൽപ്പിക്കുമ്പോൾ യേശു മറ്റേതും കാണിച്ചു കൊടുക്കുകയായിരുന്നു.
ഹന്നാവ് യേശുവിനെ കെട്ടപ്പെട്ടവനായി കയ്യഫാവിന്റെ അടുക്കൽ അയച്ചു. യോഹന്നാൻ 18:28. സന്നിഹിതരെയും സംഘം കള്ളസാക്ഷികളെ ഹാജരാക്കി. നീതിമാന്റെ മുന്നിൽ കള്ളസാക്ഷികൾ അമ്പേ പരാജയപ്പെട്ടു. നീ ദൈവപുത്രനാം ക്രിസ്തുവോ എന്ന മഹാപുരോഹിതന്റെ ചോദ്യത്തിന് ഞാനാകുന്നു, ഈ മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും മേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മഹാപുരോഹിതൻ തന്റെ വസ്ത്രം കീറി. മഹാപുരോഹിതൻ വസ്ത്രം കീറരുത് എന്ന കൽപ്പനയുടെ ലംഘനമായിരുന്നു അത്. ലേവ്യ 21:10, മത്തായി 26:65. രക്ഷാവസ്ത്രം ദാനം ചെയ്യുന്ന ദാതാവിന്റെ മുന്നിൽ പൗരോഹിത്യ വസ്ത്രം കീറപ്പെടേണ്ടത് മനുഷ്യവർഗത്തിന്റെയും ദൈവിക നീതിയുടെയും ആവശ്യമായിരുന്നു. മാർക്കോസ് 14:53 മുതൽ 65 വരെ, ലൂക്കോസ് 22:54, യോഹന്നാൻ 18:24. മത്തായി 26:57 യേശുവിനെ പിടിച്ചവർ കയ്യഫാവിന്റെ അടുക്കൽ കൊണ്ടുപോയി. ഹന്നാവ് യേശുവിനെ കയ്യഫാവിന്റെ കൊട്ടാര കൊത്തളത്തിലേക്ക് അയച്ചു. അവിടെ സന്നിഹിതരെയും സമ്മേളിച്ചിരുന്നില്ല. അതിലെ 71 അംഗങ്ങളിൽ 1/3 കോറമായി അംഗീകരിച്ചിരുന്നു. യേശുവിന്റെ വിചാരണയ്ക്ക് പ്രധാനമായി 2 ഘട്ടങ്ങളുണ്ട്. 1 യഹൂദന്മാരുടെ മുൻപാകെയും 2 റോമൻ അധികാരികളുടെ മുൻപാകെയും. ഓരോന്നിനെയും വിധങ്ങളാക്കാം. യഹൂദന്മാരുടെ മുൻപാകെയുള്ള വിചാരണ. നേരം വെളുക്കുന്നതിന് മുമ്പ് ഹന്നാവിന്റെ സന്നിധിയിൽ യോഹന്നാൻ 18:12 മുതൽ 14 വരെ, 19 മുതൽ 23 വരെ. നേരം പുലരുന്നതിന് മുമ്പേ ആകാനാണ് സാധ്യത. കയ്യഫാവിന്റെ അരമനയിൽ, സന്നിഹിതരീമിന്റെ സന്നിധിയിൽ. യോഹന്നാൻ 18:24, മത്തായി 26:51 മുതൽ 68 വരെ. നേരം പുലർന്ന ശേഷം സന്നിഹിതരീം എന്ന ന്യായാധിപ സംഘത്തിന്റെ മുൻപാകെ ഔപചാരിക വിചാരണ. ലൂക്കോസ് 22:66 മുതൽ. അതിനുശേഷം റോമൻ കാര്യവിചാരണ. 1 യഹൂദിയ ഗവർണറായിരുന്ന പീലാത്തോസിന്റെ മുൻപാകെയുള്ള 1-ാം വിചാരണ. ലൂക്കോസ് 23:1 മുതൽ 5 വരെ. 2 യഹൂദിയ ഭരണാധിപനായ ഹേരോദാവിന്റെ മുൻപാകെ. ലൂക്കോസ് 23:6 മുതൽ. 3 പീലാത്തോസിന്റെ അന്ത്യവിചാരണ. ലൂക്കോസ് 23:13 മുതൽ. മത്തായി 26:65-66. മഹാപുരോഹിതൻ വസ്ത്രം കീറി ദൈവദൂഷണം, പഴയ നിയമ വ്യവസ്ഥിതിയിൽ മരണശിക്ഷയ്ക്ക് അർഹമായ കുറ്റം. ലേവ്യ 24:10 മുതൽ 23 വരെ. ആ കുറ്റത്തിന്റെ കറയറ്റ ഗൗരവമാണ് വസ്ത്രം കീറൽ. ലേവ്യ 21:1. യേശു ദൈവപുത്രനാണെന്നും മശിഹ എന്നും അവകാശപ്പെട്ടത് പരമോന്നത ദൈവത്തിന്റെ അവകാശത്തിൽ കൈകടത്തിയെന്ന് അവർ വ്യാഖ്യാനിച്ചു. കർത്താവിന്റെ വാക്കുകൾ ഒന്നെങ്കിൽ അധികാരികൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ ദൈവദൂഷണം എന്ന പേരിൽ മരണശിക്ഷ വിധിക്കണം. നീതിന്യായ രഹിതകർത്താക്കൾക്ക് താൻ വിട്ടുകൊടുത്തു. ന്യായപ്രമാണപ്രകാരം ദൈവദൂഷണത്തിനുള്ള ശിക്ഷ പാളയത്തിന് പുറത്ത് കൊണ്ടുചെന്ന് കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. എന്നാൽ അവൻ മരണയോഗ്യൻ എന്ന ജനത്തിന്റെ ആക്രോശനാദത്തിൽ അധികാരികൾ വിജയിച്ചു. അവർ അവനെ അടിച്ചു, തുപ്പി, പരിഹസിച്ചു. യോഹന്നാൻ 18:12 മുതൽ 27 വരെ. ഈ ഭാഗങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉദിക്കാം. കയ്യഫാവാണ് മഹാപുരോഹിതനെങ്കിൽ ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോകേണ്ടിയിരുന്നില്ല. 18:19 യോഹന്നാൻ. മഹാപുരോഹിതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 18:12 മുതൽ വായിച്ചാൽ കയ്യഫാവിനെ എന്ന് മനസ്സിലാക്കാം. ഇതര സുവിശേഷങ്ങളിലെ വിശദാംശങ്ങൾക്ക് യോഹന്നാൻ ഒരു പുതിയ ക്രമം നൽകിക്കൊണ്ട് ഈ ഭാഗം എഴുതുന്നു. മഹാപുരോഹിതൻ എന്ന വാക്ക് സമവീക്ഷണ സുവിശേഷങ്ങളിൽ മർക്കോസ് 1 പ്രാവശ്യമേ ഉപയോഗിക്കുന്നുള്ളൂ. കയ്യഫാവ് എന്ന നാമം വ്യക്തമാക്കുന്നത് മത്തായിയാണ്. സുവിശേഷകരെല്ലാം ചരിത്രം എഴുതുന്നതിലുപരി സുവിശേഷം വസ്തുനിഷ്ഠമായി തെളിയിച്ചിരിക്കുന്നു. യോഹന്നാന്റെ രേഖ ആദ്യം ഹന്നാവിന്റെ അടുക്കലും അവിടെ പരാജിതനായി കയ്യഫാവിന്റെ അടുക്കലും കൊണ്ടുപോയി. യോഹന്നാൻ പീലാത്തോസിന്റെ വിചാരണയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മറ്റുള്ള വൃത്താന്തങ്ങൾ ലഘൂകരിക്കുന്നു. പത്രോസിന്റെ 1-ാം തള്ളിപ്പറച്ചിൽ. മത്തായി 26:69 മുതൽ 70 വരെ. പെസഹാകാലം പാലസ്തീനിൽ ശീതകാലമാകയാൽ കൊട്ടാര സേവകരും പടയാളികളും കയ്യഫാവിന്റെ അരമനയുടെ നടുമുറ്റത്ത് ശരീരം ചൂടുപിടിപ്പിച്ചുകൊണ്ടിരുന്നു. പത്രോസും അവർക്കൊപ്പം കൂടി. ലൂക്കോസ് 22:55. ഇരിപ്പിടം ദുർഘടാസ്ഥാനത്തായി. സങ്കീർത്തനം 1:1. ഇരിപ്പ് വിനയായി ഭവിച്ചു. വീരയോദ്ധാവായ പത്രോസ് ഒരു പെൺകുട്ടിയുടെ ചോദ്യങ്ങൾക്ക് അസ്തവീര്യനാകുന്നു.
സ്ത്രീ ശബ്ദത്തിൽ പലരും ദുർബലരായ ചരിത്രം ബൈബിളിൽ സാക്ഷിക്കുന്നു. ഹവ്വ ആദാമിനെ, ദലീല ശിംശോനെ, ഈസബേൽ ഏലിയാബിനെ, പെൺകുട്ടി പത്രോസിനെ തുടങ്ങിയത്. യേശുവിനെ ഗലീലക്കാരൻ എന്ന അഭിസംബോധന അനാദരവ് സൂചകമാണ്. അവൾ പത്രോസിനെ യേശുവിനോട് കൂടെ യെരുശലേം തെരുവിൽ പലപ്പോഴും കണ്ടിരിക്കാം. യേശുവിനെ അവൾ അറിഞ്ഞതുകൊണ്ട് പത്രോസിനെയും അറിഞ്ഞു. യേശുവിനെ നാം അറിഞ്ഞതുകൊണ്ട് ലോകം നമ്മെ അറിയുന്നു. മത്തായി 10:32-33. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും പിതാവിൻ മുൻപിൽ ഞാനും ഏറ്റുപറയും. എന്നെ തള്ളിപ്പറയുന്നവനെയോ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. പത്രോസിന്റെ പ്രഥമ തള്ളിപ്പറച്ചിൽ എല്ലാവരുടെയും മുന്നിലായിരുന്നു. ഞാൻ അവനെ അറിയുന്നില്ല. അജ്ഞതയുടെ ഈ വാക്കുകൾ കൃത്രിമ കള്ളവും സൂത്രവും മുട്ടാത്തട്ടിപ്പും ആയിരുന്നു. യേശുവിനെ അവർ പിടിച്ചപ്പോൾ കത്തിയെടുത്ത് കൈവീശിയവൻ പിന്നീട് തോട്ടത്തിലേക്ക് ഓടി മറഞ്ഞു. എന്നാൽ സംഗതിയുടെ അവസാനം എന്ത് ആകുമെന്നറിയുവാനുള്ള വ്യഗ്രതയാണ് ധൈര്യത്താൽ ഇവിടെ അവനെ എത്തിച്ചത്. ദൈവഹിതമായിരുന്നു കൊണ്ടെത്തിച്ചത്. പത്രോസ് അകത്തേക്ക് പ്രവേശിച്ച വാതിൽ കാവൽക്കാരിയാണ് അവനെ ആദ്യം ചോദ്യം ചെയ്തത്. അവളുടെ മുമ്പിൽ വീറും വീര്യവും വാർന്നുപോയ നിഷേധാത്മകമായി മറുപടി കൊടുപ്പാൻ പറ്റിയ രൂപമായിരുന്നു ആ ചോദ്യം. നീ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലേ? ഉത്തരം അല്ല. മണ്ണും പൊന്നും പെണ്ണും കൊണ്ടുള്ള പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ ആണ് ഞാൻ ക്രിസ്തു ഭക്തനാണ്. എത്രയോ ഭക്തരുടെ രക്തം ഭൂതലം കുടിച്ചു, ഇവിടെ കുടിപ്പിച്ചു. രക്തദാഹിയായവർക്ക് കൊയ്യുവാൻ തല വേണ്ടേ? വേണമെങ്കിൽ ഒരു തുള്ളി രക്തത്തിൽ നിന്ന് 1000 ആത്മാക്കൾ എഴുന്നേൽക്കുന്നു. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ്. തെർത്തുല്യനും പോളികാർപ്പും ഫൊറസ്തർ വില്ലാരിയുമെല്ലാം ശബ്ദമുയർത്തുന്നു. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല. പത്രോസിന്റെ രണ്ടാം തള്ളിപ്പറച്ചിൽ. കയ്യഫാവിന്റെ മുമ്പിലത്തെ വിസ്താരം യോഹന്നാൻ പറയുന്നില്ല. യോഹന്നാൻ 18:25. ഒന്നാമത്തെ തള്ളിപ്പറച്ചിൽ അകത്ത് കടന്ന ഉടനെ എന്ന് യോഹന്നാൻ പറയുന്നു. രണ്ടാം തള്ളിപ്പറച്ചിൽ 18:24, 18:28 ഇടയ്ക്കാണ് സംഭവിച്ചത്. മത്തായി 26:57 മുതലും മർക്കോസ് 14:53 മുതലും. പത്രോസിന്റെ 1ഉം 2ഉം തള്ളിപ്പറച്ചിന് ഇടയിലാണ് ഹന്നാവ് വിസ്തരിക്കുന്നത്. രണ്ടാം തള്ളിപ്പറച്ചിലിന് 1ലധികം പേർ കാരണക്കാരായി. കർത്താവിന്റെ ശത്രുക്കളോട് കൂടെ തീക്കരികിലിരുന്ന് സുഖമനുഭവിക്കുന്നതിലും ഭേദം ശൗത്യം സഹിച്ച് തനിച്ച് പുറമേ നിൽക്കുന്നതായിരുന്നു നല്ലത്. ഇപ്പോഴും അല്ല എന്നവൻ തള്ളിപ്പറഞ്ഞു. അല്ല എന്ന മറുപടി ഉണ്ടാകുവാൻ തക്കവണ്ണം നീ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലയോ എന്ന ചോദ്യമാണിട്ടത്. പരീക്ഷ ചോദ്യതന്ത്രം ആകർഷക കുഴപ്പത്തിലാക്കി. അത് സാത്താന്റെ ഇഷ്ടതന്ത്രമായിരുന്നു. മൂന്നാം തള്ളിപ്പറച്ചിലും പത്രോസിന്റെ മടങ്ങിവരവും. യോഹന്നാൻ 18:26-27. മഹാപുരോഹിത ദാസൻ മൽക്കോസിന്റെ ചർച്ചക്കാരിൽ ഒരുവൻ പത്രോസിനെ തിരിച്ചറിഞ്ഞു. അത് കൂടുതൽ അവനെ പരിഭ്രാന്തനാക്കി. ഞാൻ നിന്നെ തോട്ടത്തിൽ അവനോടുകൂടെ കണ്ടില്ലയോ എന്നവൻ കണ്ടത് വ്യക്തമായി ചോദിച്ചപ്പോൾ പത്രോസ് ശക്തിയായി നിഷേധിച്ചു. പത്രോസിന്റെ 2ഉം 3ഉം തള്ളിപ്പറച്ചിലിനിടയിൽ 1 മണിക്കൂറെങ്കിലും ഇടവേള വരും. ലൂക്കോസ് 22:59. മൂന്നാമത്തെ തള്ളിപ്പറച്ചിൽ ഭ്രാന്തന്റെ അഭിനയം ഗംഭീരമാക്കുന്നതായിരുന്നു. പ്രാകുകയും ആണയിടുകയും ചെയ്തു. മത്തായി 26:74, മർക്കോസ് 14:71. തോട്ടത്തിൽ ധീരത കാണിച്ചവൻ ഇപ്പോൾ ഭീരുവായി മാറി. യേശു പറഞ്ഞതുപോലെ സംഭവിച്ചു. 3 വട്ടം തള്ളിപ്പറഞ്ഞതും കോഴി കൂകി. മത്തായി 26:74-75. പത്രോസ് അതിദുഃഖത്തോടെ കരഞ്ഞു. വലിയ മനുഷ്യൻ ചെറിയ ശിശുവിനെ പോലെയായി. അതത്രേ പശ്ചാത്താപം എന്നത്. മാർക്കോസ് രേഖപ്പെടുത്തുന്നത് ആദ്യം തള്ളിപ്പറച്ചിലിൽ കോഴി 1 കൂകി എന്നാണ്. മാർക്കോസ് 14:68. 3 വട്ടം തള്ളിപ്പറഞ്ഞത് കോഴി വീണ്ടും കൂകി. കർത്താവ് അവനെ നോക്കി. ലൂക്കോസ് 22:61. പത്രോസ് യേശുവിനെ നോക്കി. അത് കണ്ടവൻ ദുഃഖത്തോടെ കരഞ്ഞു. തള്ളിപ്പറയില്ല, ഞാൻ വേണ്ടി വന്നാൽ മരിക്കുമെന്ന് പറഞ്ഞവൻ പരാജയ സമ്മതനായി പൊട്ടി പൊട്ടി കരയുന്നു. സ്വന്തം കഴിവിനാൽ ക്രിസ്തു മാർഗത്തിൽ ജീവിക്കുവാൻ കഴിയുകയില്ല എന്ന് ബോധ്യമായി. അവന്റെ കരച്ചിൽ പാപബോധത്തിൽ നിന്നും രൂപം കൊണ്ടതായിരുന്നു. യേശുവിനെ കണ്ടവൻ ഹൃദയത്തെ കണ്ടു, അവസ്ഥയെ കണ്ടു, വ്യവസ്ഥയെ കണ്ടു. മടങ്ങി വരവിനായുള്ള പശ്ചാത്താപം യേശുവിന്റെ കാൽക്കൽ കണ്ണുനീർ സമർപ്പിച്ചു. ആശ്വാസവും സംതൃപ്തിയും സന്തോഷവും അവന് ലഭിച്ചു. കർത്താവിന്റെ വാക്കുകൾ തെറ്റിയില്ല എന്നവൻ ഓർത്തു. തെറ്റിയിട്ടില്ല, തെറ്റുന്നില്ല, തെറ്റുകയുമില്ല. തെറ്റുവാൻ അവൻ മനുഷ്യനല്ല. തള്ളിപ്പറഞ്ഞത് പാവം എന്നവൻ ഓർത്തില്ല. എന്നാൽ
പാവമില്ലാത്തവന്റെ നോട്ടം പാവിയാണ് താനെന്ന് ബോധം വരുത്തി. കുറ്റങ്ങളുടെ കെട്ടുകളെ ഓർക്കാതെ വിഹാരപരിതനായി നിത്യതയുടെ നിവേദ്യം സമർപ്പിച്ചു. പാവപടുകുഴിയിൽ ദാരുണമായി വീണെങ്കിലും പശ്ചാത്താപം അടങ്ങിവരവിനാൽ മധുരമായി അവൻ എഴുന്നേറ്റു. റോമൻ ഗവർണറുടെ വിസ്താര മുമ്പിൽ ക്രിസ്തു. മഹാപുരോഹിതനായ കയ്യഫാവ് ഹ്രസ്വമായി വിചാരണ ചെയ്തു. മത്തായി 27:1-2. വിസ്താരം സംബന്ധിച്ച് ഇവരിൽ ഗുരുതര പ്രശ്നങ്ങൾ തെളിയുന്നു. 1. വധശിക്ഷ നൽകണമെന്ന് തെളിഞ്ഞ കേസ് രാത്രിയിൽ വിചാരണ ചെയ്യുന്നു. 2. കയ്യേറ്റം ചെയ്യുവാൻ പാടില്ല, അവർ അത് ചെയ്തു. 3. വിചാരണ ചെയ്ത ഉടനെ തന്നെ വിധി പറയുന്നു. 4. ഭരണാധികാരികളുടെ ഉത്തരവില്ലാതെ യേശുവിനെ കൊല്ലുവാൻ സന്നിഹിതരീൻ സംഘം നിശ്ചയിക്കുന്നു. യേശുവിനെ കൊല്ലണമെന്ന് നിശ്ചയിച്ച സന്നിഹിതരീൻ സംഘത്തിന്റെ വിധി പീലാത്തോസിനെ കൊണ്ട് സമ്മതിപ്പിക്കുക ഇതായിരുന്നു യഹൂദ പ്രമാണികളുടെ ലക്ഷ്യം. നേരം പുലർന്നതിനാൽ അവരുടെ ആഗ്രഹ പ്രാപ്തിക്ക് താമസമില്ലായിരുന്നു. AD 26 മുതൽ 36 വരെ പീലാത്തോസ് യഹൂദിയ ഗവർണറായിരുന്നു. തന്റെ വാസം റോമൻ ഭരണകേന്ദ്രമായ കൈസരിയിൽ ആയിരുന്നെങ്കിലും പെരുന്നാൾ ദിവസങ്ങളിൽ പുരുഷാരങ്ങളിൽ കലഹമോ മറ്റു പ്രശ്നമോ ഉണ്ടായാൽ എത്രയും വേഗം പരിഹാരമുണ്ടാക്കുവാൻ അവൻ യെരുശലേമിൽ ക്യാമ്പ് ചെയ്തു. റോമൻ കൈസറുമായി അഭേദ്യ ബന്ധമുണ്ടായിരുന്നു. യഹൂദിയ ജില്ലയോട് ഉത്തരവാദിത്തം ഏറ്റെടുത്തവൻ നിരവധി പ്രശ്നങ്ങൾ പലതും സ്വയം കൃതം പരിഹരിച്ചു. യഹൂദന്മാരുമായി സ്വരച്ചേർച്ചയില്ലാത്തവൻ അവരുടെ പ്രശ്നങ്ങൾ ഉരുക്ക് മുഷ്ടി കൊണ്ട് നേരിട്ടു. റോമൻ പതാകയ്ക്ക് കഴുക് അടയാളം. വാർത്തുണ്ടാക്കിയ വിഗ്രഹങ്ങളെ പകയ്ക്കുന്ന യഹൂദനോടുള്ള ആദര സൂചകമായി മുൻ ഗവർണർമാർ യെരുശലേമിലേക്ക് സംസ്ഥാന സന്ദർശനം നടത്തുമ്പോൾ കഴുകന്റെ അടയാളമുള്ള പതാകകൾ മാറ്റുമായിരുന്നു. എന്നാൽ പീലാത്തോസ് വിസമ്മതനായി അതിന് വിമുഖത കാട്ടി. ജനം ക്രൂരതയ്ക്കെതിരെ ആർത്തിരമ്പി. മുഴുവനത്തെയും മുഷ്ടിക്ക് അടിമയാക്കുവാൻ കഴിയാതെ ഒടുവിൽ കെട്ടടങ്ങിയ മട്ടിൽ അവൻ കീഴടങ്ങി. പീലാത്തോസ് മതപര അനുഷ്ഠിത അടിസ്ഥാനങ്ങളിൽ നിൽക്കുന്ന കോടതിക്ക് വധശിക്ഷ നൽകാൻ അധികാരമില്ലായിരുന്നു. അത് നടപ്പിലാക്കുവാൻ രാഷ്ട്രതല കോടതിയിൽ യേശുവിനെ ഹാജരാക്കി. റോമ സാമ്രാജ്യത്വ ഗവൺമെന്റിൽ യഹൂദിയ പ്രവിശ്യ ഗവർണറായ പീലാത്തോസിന്റെ സന്നിധിയിൽ യേശു ആനയിക്കപ്പെട്ടു. യേശുവിനെ പറ്റി യഹൂദജനം ആരോപണങ്ങൾ നിരത്തി. താൻ ക്രിസ്തു എന്ന് രാജാവാകുന്നു എന്ന് പറഞ്ഞു. തങ്ങളുടെ ജാതിയെ ഇല്ലാതാക്കുവാൻ പരിശ്രമിക്കുന്നു. കൈസർക്ക് വിഹിതം കൊടുക്കുന്നത് വിരോധിച്ചു. ജനത്തിന്റെ ഇടയിൽ കലഹം സൃഷ്ടിക്കുന്നു. ലൂക്കോസ് 23:2-5 വരെ. ഈ 4 ആരോപണ സംഗതികൾ കൊണ്ട് പീലാത്തോസ് വിസ്തരിച്ചുവെങ്കിലും യേശുവിൽ ഒരു കുറ്റവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. മരണശിക്ഷ നൽകുവാനുള്ള അധികാരം യഹൂദ മത സമുച്ചയത്തിനില്ല. അതുകൊണ്ടാണ് പീലാത്തോസിനെ സമീപിച്ചത്. വിശദ വിവരങ്ങൾ യോഹന്നാൻ രേഖപ്പെടുത്തുന്നു. വിജാതീയനായ പീലാത്തോസിന്റെ ആസ്ഥാനത്തിൽ ശുദ്ധരായി പെസക കഴിക്കേണ്ട യഹൂദർ അശുദ്ധരാകുവാൻ അകത്ത് കടന്നില്ല. പീലാത്തോസിന്റെ ചോദ്യം ഒരു യഹൂദന്റെയോ റോമാക്കാരന്റെയോ വീക്ഷണത്തിൽ എന്നറിവാൻ യേശു ആഗ്രഹിച്ചു. യോഹന്നാൻ 18:34. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മറുപടി. തന്റെ വീക്ഷണം യഹൂദിയമല്ലെന്ന് പീലാത്തോസ് വ്യക്തമാക്കിയപ്പോൾ യേശു തുടർന്നു, എന്റെ രാജ്യം ഐഹികമല്ല. ഐഹികമായിരുന്നുവെങ്കിൽ ഞാൻ പോരാടുമായിരുന്നു എന്നുത്തരം പറഞ്ഞു. യോഹന്നാൻ 18:36. അടുത്ത പീലാത്തോസിന്റെ ഉത്കണ്ഠ നിറഞ്ഞ ചോദ്യം, ഏതെങ്കിലും അർത്ഥത്തിൽ നീ രാജാവോ? ക്രിസ്തു താൻ രാജാവ് തന്നെയാണ് എന്ന് ആത്മീകത്വത്തിൽ വ്യക്തമാക്കി. ഈ വിസ്താരാടിസ്ഥാനത്തിൽ യേശു റോമിന് അപകടകാരി അല്ലെന്ന് വിധിക്കപ്പെട്ടു. വിധി കേട്ട് അസംതൃപ്തരായ യഹൂദർ കാര്യസാധ്യത്തിനായി വെമ്പൽ പൂണ്ടു. ആകയാൽ യേശു ഗലീലക്കാരനാകിയാൽ യഹൂദന്മാരുടെ ഗലീല പരാമർശം ഹേതുവാൽ ഗലീല ഭരണാധികാരിയായ ഹേരോദാവിന്റെ അടുക്കൽ യേശുവിനെ പറഞ്ഞയച്ചു. പീലാത്തോസിന്റെ ചുമതല വിമുക്തി നേടാനുള്ള ഗൂഢതന്ത്രമായി. കുറ്റക്കാരനെ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്താൽ സ്വദേശത്തിലെ കോടതിയിൽ അവനെ വിസ്തരിക്കാം. അതായിരുന്നു റോമൻ നിയമം. പെരുന്നാൾ പ്രമാണിച്ച് യെരുശലേമിൽ വന്ന ഹേരോദാവ് യേശുവിനെ പൂച്ഛിച്ചു. എങ്കിലും അവൻ മൗനം അവലംബിച്ചു. പരിഹാസത്തിന്റെ മൂർത്തിഭാവമായ ഹേരോദാവ് പവിത്രതയുടെ മണിമകുടമായ യേശുവിനെ നിന്ദിച്ചു. പീലാത്തോസിന്റെ അടുക്കൽ മടക്കി അയച്ചു. മത്തായി 27:2-11-14 വരെ. യേശു വീണ്ടും പീലാത്തോസിന്റെ വസതിയിൽ ആനയിക്കപ്പെട്ടു. ഈ വിസ്താരത്തിൽ പീലാത്തോസ് പല പ്രാവശ്യം പുറത്തു പോവുകയും അകത്തു വരികയും ചെയ്യുന്നത് കാണാം. മരണശിക്ഷയുടെ കുറ്റം എന്തെന്നവർ എടുത്തു പറയുന്നില്ല. വധശിക്ഷയ്ക്ക് കുറ്റം ചെയ്ത ഒരുത്തൻ എന്ന ഭാവനയാണ് അവരുടെ മറുപടി. യോഹന്നാൻ 18:31 മുതൽ വായിക്കുമ്പോൾ വ്യക്തമാകും. പീലാത്തോസ് ഈ ദൗത്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു.
ക്രമസമാധാന പ്രശ്നം ഉളവാകുന്നില്ലെങ്കിൽ മതകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക റോമൻ ഗവർണർമാരുടെ നയമായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 18:12-17 വരെ. നിങ്ങൾ അവനെ കൊണ്ടുപോയി നിങ്ങളുടെ ന്യായപ്രമാണം വിധിപ്പീൻ. ന്യായപ്രമാണം വിധിപ്പാൻ ന്യായപ്രമാണത്തിന് പുറത്തുള്ള പീലാത്തോസ് അവരുടെ അന്തർഗതം ബാഹ്യപ്രകടമാക്കാൻ ഇങ്ങനെ പ്രസ്താവിച്ചു: അവരുടെ ന്യായപ്രമാണ പ്രകാരം കൊല്ലേണം, അതാണ് വിധി. പക്ഷേ അവർ അധികം ആഗ്രഹിച്ചാലും ആ അധികാരം അവർക്കില്ലല്ലോ. വധശിക്ഷയ്ക്കുള്ള അധികാരം മുമ്പ് സന്നിഗ്ധീമിന് ഉണ്ടായിരുന്നു. എന്നാൽ ഈ അധികാരം സന്നിഗ്ധീമിൽ നിന്നും AD 6-ലോ 7-ലോ മറ്റോ റോമ ഗവൺമെന്റ് എടുത്ത് കളഞ്ഞിരുന്നു. പീലാത്തോസ് വിസ്താരം കൂടാതെ യേശുവിനെ കൊലയ്ക്ക് വിധിക്കണം, അതായിരുന്നു അവരുടെ നിലപാട്. പുറംജാതിക്കാരനായ ഒരു ഗവർണർ ക്രിസ്തുവിനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. യഹൂദന്മാർ മാത്രമല്ല, ജാതികളും യേശുവിനെ കുറ്റവാളിയായി വിധിച്ചു. കാരണം എല്ലാവരും ഒരുപോലെ അവന്റെ മുൻപാകെ പാവികളാണ്. അവനിൽ എല്ലാവർക്കും ഒരു രക്ഷകനെ കണ്ടെത്താം. ക്രൂരക്കുറ്റം ചുമത്തി ശപിക്കപ്പെട്ട പുറംജാതിക്കാരന്റെ ശാപമരണമായ ക്രൂശ് യേശുവിന് നൽകുവാൻ അവർ കൊതിക്കുന്നു. പീലാത്തോസ് അതിന് പാത്രീഭൂതനായി. 2 ഹെരോദാവ്. ലൂക്കോസ് 24:6-12. അന്തിപ്പേത്രയുടെ പുത്രന്മാരിൽ ഒരാളായ AD 4 വരെ റോമിൽ തന്റെ രാജ്യത്തെ സാമർത്ഥ്യത്തോടെ ഭരിച്ച മഹാനായ ഹെരോദാവിന്റെ മകനാണ് ഹെരോദ അന്തിപ്പാസ്. AD 39 വരെ ഗലീലയെ ഭരിച്ച് സ്വന്തം സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യയെ വിവാഹം ചെയ്തവനും യോഹന്നാൻ സ്നാപകനെ ശിരച്ഛേദം ചെയ്തവനും ഇവനത്രേ. ക്രിസ്തു എന്തെങ്കിലും അത്ഭുതം കാണിപ്പാൻ അവൻ ആഗ്രഹിച്ചു. മാറ്റങ്ങൾക്കൊത്തു മാറാത്തവനും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്തവനുമാണ് ക്രിസ്തു. പാപത്തിന്റെ അധമ പതനം പേറി ക്രൂരഹൃദയം മറച്ചു വെച്ചവൻ പരിശുദ്ധ ക്രിസ്തുവിനെ ചോദ്യം ചെയ്യുന്നു. കഠിന ഹൃദയത്തിൽ നിന്നും ചോദ്യം ആവർത്തിച്ചിട്ടും ക്രിസ്തു തിരുവായി മൊഴിഞ്ഞില്ല. ഹേരോദാവ് ഒടുവിൽ തന്റെ പടയാളികളുമായി പരിഹസിച്ച് നിസ്സാരനാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുക്കൽ അയച്ചു. മധുര മനോഹര രതിമയ മോഹങ്ങളിൽ കുടുങ്ങിയ ഹേരോദാവിനെ ജനപ്രതിനിധികൾക്ക് ഇഷ്ടമല്ലാതായി. ഒടുവിൽ യഹൂദന്മാർ ഹേരോദ അന്തിപ്പാസിനെ ദേഷിച്ച് സ്ഥാനഭ്രഷ്ടനാക്കി. 3 വീണ്ടും പീലാത്തോസിന്റെ അടുക്കൽ. മത്തായി 27:15-26 വരെ. പീലാത്തോസ് ദുർബല സ്വഭാവിയാണ്. യേശു കുറ്റക്കാരൻ അല്ലെന്ന് തെളിഞ്ഞിട്ടും യഹൂദ പ്രതിക്കായി അടുപ്പിച്ച് വിട്ടയക്കാമെന്ന് പറഞ്ഞു. ലൂക്കോസ് 23:16. ജനപ്രീതിക്ക് മുകളിൽ യഹൂദ പ്രമാണികളെ ഭയന്നാണ് ഇപ്രകാരം ചെയ്യുവാൻ തുനിഞ്ഞത്. ഉത്സവാണ്ടിൽ ഒരു തടവുകാരന് വിമോചനം പതിക്കുന്ന പതിവനുസരിച്ച് യേശുവിനെയോ ബർബാസിനെയോ സ്വതന്ത്രനാക്കേണ്ടത് എന്ന് ജനത്തോട് ചോദിച്ചു. സ്വന്തം ചിന്തയിൽ സ്വാർത്ഥത കാട്ടി. എന്നാൽ ജനം ബർബാസിനെ വിട്ടയക്ക എന്നാർത്തു. രക്തത്തിൽ പങ്കാളിയാകാതെ കൈ കഴുകി മാറിയ പീലാത്തോസിനെ കണ്ടിട്ട് രോഷാകുലരായ ജനം ആർത്തിരമ്പി, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും വരട്ടെ. നീതിമാന്റെ രക്തത്തിനുള്ള ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തു. അധികം കാലം കഴിയാതെ രക്തം ചോദിച്ചവ രക്തപ്പുഴയായി. പവിത്രതയുടെ പരിവേഷമായി കണ്ട യെരുശലേം ദേവാലയം നഷ്ടമായി. തലമുറകൾ പട്ടുപോയി, അലമുറകൾ പാട്ടുകളായി. ചരിത്രത്താളിൽ പിടച്ചിലിന്റെ സംഭവമായി. അതെ, AD 70 അതിൽ സംഭവിച്ചു. മത്തായി 27:25. നീ ഇവനെ വിട്ടയച്ചാൽ കൈസറുടെ സ്നേഹിതനല്ല എന്ന വിരളമായ ജനവാക്കുകൾ കേട്ട പീലാത്തോസ് വിരണ്ടുപോയി. ഭൂചര സൃഷ്ടികർത്താവിനെ വിടുവിക്കണമെങ്കിലും സാധിക്കുന്നില്ല. പീലാത്തോസിന്റെ ഭാര്യ യേശുവിനെ സ്വതന്ത്രമാക്കണമെന്ന മുന്നറിയിപ്പ് ഒരു താക്കീതായിരുന്നു. മത്തായി 27:19. അതെ, അവൻ കൈ കഴുകി മാറി. കഴുകിയാലും ശുദ്ധി വരാത്ത ഹൃദയം യഹൂദ നിർബന്ധത്തിന് വഴങ്ങി സത്യം, ന്യായം, ധർമ്മം, നീതി എന്നിവ കാറ്റിൽ പറത്തി യേശുവിനെ ചമ്മട്ടിക്ക് അടുപ്പിക്കുവാൻ ഏൽപ്പിച്ചു. പടയാളികൾ യേശുവിനെ ഏറ്റവും നിന്ദ്യവും പരിഹാസവുമേറിയ രീതിയിൽ കയ്യേറ്റ് പെരുമാറി. യോഹന്നാൻ 19:1 മുതൽ മർക്കോസ് 15:15. യേശുവിനെ വാറ് അഥവാ ചമ്മട്ടി കൊണ്ടടിച്ചു. റോമാക്കാരുടെ ചമ്മട്ടിയുടെ അഗ്രത്തിൽ ലോക കഷ്ണങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അസ്ഥി കഷ്ണങ്ങളും ഈയക്കട്ടകളും ഇരുമ്പ് കൊളുത്തുകളും കെട്ടിയിരുന്നു. പഴയ നിയമത്തിൽ 1 രാജാക്കന്മാർ 12:11, 2 ദിനവൃത്താന്തം 10:11, യോബ് 5:21, സദൃശവാക്യം 26:3, നഹൂം 3:2 എന്നീ ഭാഗങ്ങളിൽ കാണാം. യഹൂദന്മാർ 1 കുറച്ച് 40 അടികൾ ചമ്മട്ടി കൊണ്ടോ അടി കൊണ്ടോ അടിക്കും. ഈ 39 അടികൾ ശിക്ഷ തീർന്നിട്ടില്ല എന്നുള്ളതാണ്. 40 ശിക്ഷ കഴിഞ്ഞു. ഇതാണ് അവരുടെ നിയമം. റോമർക്ക് ചമ്മട്ടി കൊണ്ടടിക്കുന്നത് ക്രൂരമായ ശിക്ഷയാണ്. പൗലോസ് എത്രയോ പ്രാവശ്യം ഇതെല്ലാം സഹിച്ചു. ലേഖനങ്ങളിൽ താൻ ആലേഖനം ചെയ്തിട്ടുണ്ട്. പാവമില്ലാത്ത ക്രിസ്തു സഹിച്ചെങ്കിൽ ക്രിസ്തു ഭക്തർ സഹിക്കുന്നത് എത്രയോ ഭാഗ്യം.
പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ ഉണങ്ങിയതിനോട് എത്രയധികം സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴാം. വേദപുസ്തകത്തിൽ ജനത്തിന്റെ ഇടയിലുള്ള ശിക്ഷകളെല്ലാം വളരെ വേദനാജനകമെന്ന് കാണാം. കല്ലെറിയുക, തീയിലിടുക, തൂക്കിക്കൊല്ലുക, കഴിവേറ്റുക, ക്രൂശിൽ തറയ്ക്കുക, ശിരച്ഛേദം ചെയ്യുക, മലമുകളിൽ നിന്നും തള്ളിയിടുക, ഈർച്ചവാള് കൊണ്ടറക്കുക, അടിക്കുക, ആമത്തിലിടുക, തലമുടി പറിക്കുക, കണ്ണുകുത്തി പൊട്ടിക്കുക, പെരുവിരലുകൾ മുറിക്കുക, മുള്ളും പറക്കാരെയും കൊണ്ട് കുത്തി വേദനിപ്പിക്കുക, ഇങ്ങനെ തുടങ്ങി ഗുഹയിൽ ഇട്ടുകൊടുക്കുക, സ്റ്റേഡിയത്തിൽ പുലികളുമായി മല്ലുപിടിപ്പിക്കുക, ഉദ്യാനങ്ങളിൽ തെരുവു വിളക്കുകളായി കത്തിക്കുക, മരത്തോലിന്മേൽ കിടത്തി ചുരുട്ടി വെയിലിലിടുക, തിളച്ച എണ്ണയിലിടുക, ഇങ്ങനെ പോകുന്നു. AD 1-ാം നൂറ്റാണ്ട് മുതൽ 3-ാം നൂറ്റാണ്ട് വരെ അതികഠിനവും ഘോരവുമായ പീഡകളായിരുന്നു. നീറോയുടെ നിയന്ത്രണത്താൽ ആരംഭിച്ചതും കുസ്തന്തിനോസ് വരെ നിലനിന്നു. പീഡ വർദ്ധിച്ചപ്പോൾ ക്രിസ്തു സഭയിൽ എണ്ണം പെരുകി. കാരണം ക്രിസ്തുവത്രേ സഭയുടെ നാഥൻ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല, ജയിച്ചിട്ടില്ല, ജയിക്കുകയുമില്ല. ലോകചരിത്രത്തിൽ വിജയശ്രീലാളിതനായി നിൽക്കുന്നവനെ, അവന്റെ മാർഗത്തെ, സഭയെ ആർക്ക് തോൽപ്പിക്കാനാകും? ഇത് തോറ്റവരുടെയും തോൽക്കുന്നവരുടെയും മാർഗമല്ല. ഇത് വിജയഗാഥ മുഴക്കിയവരുടെ ഇമ്പഗാനം പാടിയവരുടെ പിൻഗാമികളത്രേ. കരുണയില്ലാത്ത ക്രൂരപടജനത്തിന്റെ കരാളഹസ്തങ്ങൾ വീണ യേശുവിനെ അവർ പുറത്തുള്ള കൽത്തളത്തിൽ കൊണ്ടുവന്നു. കമിഴ്ത്തി വലിച്ചു കിടത്തി 2 കള്ളക്കാവാലികന്മാർ അപ്പുറവും ഇപ്പുറവും നിന്നു. ചാട്ടവാർ 2 പേരുടെ കയ്യിലും, ദണ്ഡനത്തിന് നേതൃത്വം കൊടുപ്പാൻ വേറൊരുവൻ അരികിൽ. സാധാരണ കൽത്തളത്തിലെ കൽത്തൂണിൽ ബന്ധിച്ചിട്ടായിരിക്കും ശിക്ഷ. എന്നാൽ ഒരു പ്രകോപനവുമില്ലാതെ കിടക്കുന്നവന് ബന്ധനം അത്യാവശ്യമില്ലായിരുന്നു. യേശുവിന് പൂർണ്ണ നിശ്ചയമായിരുന്നു ശിക്ഷ. മാനവർക്ക് സൗഖ്യത്തിനായി പുറം ഉഴവുചാലുകൾ പോലെ കീറണം. അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം. പടയാളികൾ വിലങ്ങറിച്ച് കിടക്കുന്നവന് മുകളിൽ വേല തുടങ്ങി. മാരകമായ ചാട്ടവാർ അവന്റെ പുറത്ത് പതിക്കുവാൻ തുടങ്ങി. ആളിപ്പടരുന്ന പടയാളികളുടെ കോപാഗ്നിയിൽ ഇടനെഞ്ച് തകരുന്ന ഗദ്ഗതങ്ങൾ ആഞ്ഞാഞ്ഞു പതിച്ചു. അവിടെ ഒരു താമ്രത്തൊട്ടിയുണ്ട്, അതിൽ വെള്ളവും നിറച്ചിട്ടുണ്ട്. സമാഗമന കൂടാരം പ്രാകാരത്തിൽ കാണുന്നത് പോലെ യാഗവിടവും താമ്രത്തൊട്ടിയും. ജനത്തിന്റെ പാപത്തിന് ശുദ്ധി വരുത്തുന്നതാണ് യാഗവും വെള്ളവും. ഇവിടെ ഇതാ ഒറ്റ യാഗവസ്തു. മുഴുലോകത്തിന്റെയും പാപത്തിന് പ്രായച്ചിത്തമായി യേശുവിന്റെ പുറത്ത് ഓരോ അടി അടിച്ചിട്ട് ആ ചാട്ടവാർ വെള്ളത്തിൽ മുക്കും. നാം കാണാറുണ്ട് കാളകളെ അടിക്കുവാൻ ഉപയോഗിക്കുന്ന ചാട്ടവാർ. അത് വെറും കയറാണ്. ഇതുപോലെ കയറിന്റെ അഗ്രം മുതൽ കെട്ടിയിരിക്കുന്ന മുൾക്കുളത്തിൽ തകിട് കഷ്ണങ്ങളിൽ യേശുവിന്റെ ശരീരമാംസം ഓരോ അടിക്കും കുടുങ്ങിയിരിക്കുന്നതിനെ വെള്ളത്തിൽ മുക്കി കുടഞ്ഞിടും. ഉരുണ്ട ശരീരത്തിൽ അടിക്കുമ്പോൾ ഇത് ചുറ്റിയാണ് പതിക്കുന്നത്. ചൂണ്ടൽ കൊളുത്തുകളും ലോക കഷ്ണങ്ങളും കൊളുത്തുകളും ആഴ്ന്നിറങ്ങും. ആഴ്ന്നിറങ്ങുന്നതിനെ വലിച്ചു പറിച്ചെടുക്കും. പുറത്തെ പച്ചമാംസം പിച്ചു ചീന്തി പറഞ്ഞു പോരും. അങ്ങനെ അരുമനാഥനെ അവർ അടിച്ചു. ആക്രോശങ്ങൾ ഉയർത്തുന്ന നീച മനുഷ്യരുടെ സാന്നിധ്യത്തിൽ പരിഹാസവും നിന്നയും അതിലേറെ പിച്ചു ചീന്തപ്പെട്ട ശരീരത്തിലെ വേദനയും ജീവന്റെ ഉറവിടമായ രക്തം പുറത്തേക്ക് ഒഴുകുന്നു. ചാട്ടവാർ കഴുകിയ തൊട്ടിക്കകത്ത് ഇപ്പോൾ ജലമല്ല, മാംസകഷണങ്ങളും രക്തവും മാത്രം. യെശയ്യാപ്രവാചകൻ 53-ാം അധ്യായത്തിൽ വിളിച്ചു പറഞ്ഞു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ടു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അടിച്ചവർക്ക് തന്റെ മുതുകും അവൻ കാണിച്ചു കൊടുത്തു. യെശയ്യാവ് 50:6. അവൻ ഇതെല്ലാം സഹിച്ചിട്ടും വായെ തുറന്നില്ല. അവൻ മൗനമായി ഇതെല്ലാം സഹിക്കുമ്പോഴും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന അനേക പുത്രന്മാരെ കാണുകയായിരുന്നു. ഈ യേശുവിന്റെ അതിദാരുണ അവസ്ഥ കണ്ടെങ്കിലും ജനത്തിന്റെ മനസ്സലിയുമെന്ന് കരുതി പീലാത്തോസ് യേശുവിനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തി. എന്നാൽ ജനമെല്ലാം ഏക ശബ്ദത്തിൽ ആക്രോശിച്ചു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പീലാത്തോസിന്റെ ശ്രമം വിഫലമായി. ഒടുവിൽ ജനസമ്മർദ്ദത്തിന് വഴങ്ങിയവൻ കൈസരുടെയും ജനത്തിന്റെയും പ്രീതിക്കായി ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. സകലത്തിലും അധികാരമുള്ള സത്യനായകന് ശാപമരണം കൊടുത്തു. അവിടെ നിന്നും യേശുവിനെ ആസ്ഥാന മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി. സ്വന്തം വസ്ത്രം അഴിച്ച് ഒരു മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ടൊരു കിരീടം മെടഞ്ഞ് അവന്റെ ശിരസിൽ വെച്ചു. പാവം നിമിത്തം ആദാമ്യ വംശത്തിന് ഭൂമിയിൽ ശാപമായി മുള്ളും പറക്കാരെയും ലഭിച്ചെങ്കിൽ അതേ മുള്ളു തലയിൽ ചൂടി അവൻ ശാപത്തെ നീക്കുന്നു. അവനിൽ ആശ്രയിക്കുന്നവന് നന്മയും കരുണയും ആഷ്കാലമൊക്കെയും പിന്തുടരും, ഒന്നിനും മുട്ടുവരുത്തുകയില്ല. സങ്കീർത്തനം 23. അവന്റെ വലങ്കയിൽ ഒരു കോൽ പിടിപ്പിച്ചു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ, കിരീടവും ചെങ്കോലുമായി രാജ്യഭരണം നടത്തേണ്ടുന്നവൻ മുൾക്കിരീടവും കോലും പിടിച്ചു നിൽക്കുന്നു.
നല്ല ഇടയന്റെ ആടുകളാക്കുവാൻ, നീതിമാനായ രാജാവിന്റെ പ്രജകളാക്കുവാൻ അത്രേ. ശേഷമുള്ളവർ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു. പിന്നെ അവന്റെ മേൽ തുപ്പി, മണ്ണിൽ തുപ്പി ചേറെടുത്ത് കുരുടന്റെ കണ്ണിന് കാഴ്ച കൊടുത്തവൻ, സർവവിധ പനിനീർ സൗരഭ്യ സുഗന്ധം സൃഷ്ടിച്ചവന് ദുർഗന്ധം വമിക്കുന്ന തുപ്പൽ നൽകി. കോലെടുത്ത് തലയിൽ അടിച്ചു. മുൾക്കിരീടത്തിന്റെ പുറത്ത് ഏറ്റ അടിയിൽ മുള്ളുകൾ തല തുളച്ച് കയറി. പരിഹാസങ്ങളും നിന്ദകളും അവസാനിച്ച ശേഷം മേലങ്കി മാറ്റി സ്വന്തം വസ്ത്രം ധരിപ്പിച്ചു. യോഹന്നാൻ 19:5. യേശു മുൾക്കിരീടവും ധൂമ്ര വസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. രാജകീയ ഗംഭീരത്തോടെയാണ് യേശു പരിഹാസങ്ങളേറ്റത്. എബ്രായർ 12:2. പീലാത്തോസ് പൂർണ്ണമായി ഏൽപ്പിച്ചു ജനകരങ്ങളിൽ, ആ മനുഷ്യൻ ഇതാ. പാവം ചെയ്ത ദാവീദിനോട് നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ദാവീദ് പുത്രനായ യേശുക്രിസ്തു പാവങ്ങൾക്കായി ഏൽപ്പിക്കപ്പെടുന്നു. പീലാത്തോസിന്റെ വാക്കുകൾ ചരിത്രത്തിൽ പ്രസക്തി നേടിക്കഴിഞ്ഞു. ഈ ദയനീയ പുരുഷൻ രാജദ്രോഹിയാണെന്നുള്ള സന്നിഗ്ധീമിന്റെ ആരോപണം എത്ര പരിഹാസമാണെന്ന് ഈ വാചകം തെളിയിക്കുന്നു. അധ്വാനിക്കുന്നവൻ അഭയം കൊടുത്ത, പീഡിതന് ആശ്വാസം കൊടുത്ത, ദുഃഖിതർക്ക് അവലംബമായ, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയായ ആ മനുഷ്യനിതാ എന്റെ മുമ്പിൽ വിസ്തരിപ്പാൻ കൊണ്ടുവന്ന അപകടകാരിയായ മത്സരിയാണ് ഈ മനുഷ്യൻ എന്ന് പീലാത്തോസ് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അയാൾ പറഞ്ഞ വാക്കുകൾ അർത്ഥഗർഭമാണ്. ചരിത്രത്തിലെ മഹാത്മാവാം പുരുഷനിത, മനുഷ്യർക്കും ദൈവത്തിനും മധ്യത്തിലെ ഏക മധ്യസ്ഥനിത, മനുഷ്യ ദൈവ ബന്ധത്തിന് ഇടങ്ങേറായിരുന്ന നടിച്ചുവരനെ ഇടിച്ചവനിത, സർവചരാചര സൃഷ്ടിയുടെയും മണിമകുടമായ മനുഷ്യന്റെ വീണ്ടെടുപ്പുകാരനിത, മഹത്വമണ്ഡലത്തിൽ നിന്നും തേജസ്സിന്റെ മകുടം ചൂടി വരുന്നവനിത തുടങ്ങി എത്രയോ അർത്ഥം വരുന്ന വാചകം. മഹാപുരോഹിതന്മാരും സേവകരും ഇവരാണ് യേശുവിനെ ക്രൂശിപ്പാൻ ആദ്യം ആവശ്യപ്പെട്ടത്. അവന്റെ ക്രൂശ് മരണത്താൽ മഹാപൗരോഹിത്യത്തിന് നീക്കം വരുമെന്ന് അറിഞ്ഞില്ല. യോഹന്നാൻ 19:6. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ചരിത്രം പഠിച്ചാൽ മതനേതാക്കളാണ് കഠിനമായി പീഡിപ്പിക്കാൻ മുൻകൈയെടുത്തിട്ടുള്ളത്. യേശുവിനെ ശിക്ഷിക്കണമെന്നല്ല, ആ നീചരായ കുറ്റക്കാർക്ക് നൽകുന്ന ക്രൂശുമരണ ശിക്ഷ നൽകണമെന്ന് വാശിയിലാണവർ. പുറജാതി നിർവിശ്വാസി യേശുവിനെ രക്ഷിക്കുവാൻ തുനിയുമ്പോൾ മതമിളകിയ മതനേതാക്കന്മാർക്ക് യേശുവിന്റെ രക്തം ചുരിഞ്ഞു കണ്ടേ തൃപ്തി വരികയുള്ളൂ. ഹോ, എന്തൊരു വിരോധാഭാസലജ്ജാവകം! യേശുവിന്റെ മരണം സാധിച്ചെടുക്കുവാൻ യഹൂദന്മാർ അവർക്കുണ്ടായിരുന്ന സകല തത്വങ്ങളും ബലികഴിച്ചു. പീലാത്തോസ് യേശുവിനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ജോസഫ് ബട്ട്ലർ പറയുന്നു, ക്രമക്കേടുകളുടെ ആവർത്തനം പരിചയങ്ങൾ ഉളവാക്കും. ഉന്നതമായതിൽ നിന്ന് ഉന്നതമായത് പ്രതീക്ഷിപ്പാൻ വകയുള്ളൂ. തനിച്ചിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തെയും കൂട്ടത്തിലിരിക്കുമ്പോൾ നിന്റെ വായയും സൂക്ഷിച്ചു കൊള്ളുക. സ്പർജൻ പറഞ്ഞത് എത്രയോ ശരിയാണ്. യഹൂദ പുരോഹിത വർഗത്തിന് സന്തോഷമായി. അവർ ചെയ്യുന്നത് ലോകജാതികളുടെ രക്ഷയ്ക്ക് കാരണമെന്നവർ അറിഞ്ഞില്ല. നീതിമാനായ ദൈവം ഇങ്ങനെ ചെയ്തു. യോഹന്നാൻ 3:16. വാളുകൊണ്ട് കഴുത്തു കുനിയിക്കുന്നവന്റെ മുമ്പിൽ ഹൃദയം കൊണ്ട് ഹൃദയത്തെ കുനിക്കുന്നവൻ നിസ്സാരനായി. പീലാത്തോസിന്റെ ഈ പ്രവൃത്തിക്ക് വിരാമമായി ഇവനെ കുറിച്ച് ചരിത്രം പറയുന്നത് AD 36 ശമരിയ നാട്ടിൽ കഠിനമായി അന്യായം പ്രവർത്തിച്ചപ്പോൾ റോമ കൈസർ വിചാരണയ്ക്ക് വിധേയനാക്കി. അതിനുശേഷം എന്ത് ചെയ്തു എന്ന് തെളിവുകളില്ല. എന്നാൽ ആദിമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇവനെക്കുറിച്ച് പാരമ്പര്യമുണ്ട്. പീലാത്തോസും ഭാര്യയും പിന്നീട് തങ്ങളുടെ പാവത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് ക്രിസ്ത്യാനിയായെന്നും പീലാത്തോസ് തന്റെ കൈകളിൽ ക്രിസ്തുവിന്റെ രക്തം അഥവാ കുറ്റമില്ലാത്ത രക്തം തെളിഞ്ഞു കണ്ടു. ഒടുവിൽ കൈ കഴുകി ഒരു ഭ്രാന്തനായി മാറിയ താൻ ജീവിതം അവസാനിപ്പിച്ചു എന്നും റോമർ ഈ മൃതദേഹം എടുത്ത് ഒരു മലയിലെ തടാകത്തിൽ ഇട്ടു എന്നും എങ്കിലും കൂടെ ജീവനോടെ തടാകത്തിൽ നിന്ന് മലയിൽ കയറി കൈ കഴുകുന്നത് കാണപ്പെട്ടു എന്നിങ്ങനെ പലവിധത്തിൽ ഐതിഹ്യം പറയുന്നു. എന്തായാലും കുറ്റമില്ലാത്ത രക്തത്തെ ഏൽപ്പിച്ചു കൊടുത്ത പീലാത്തോസും പരിശുദ്ധ രക്തത്തെ കാണിച്ചു കൊടുത്ത യൂദയും കണക്ക് പറയേണ്ടി വരും. ഭാഗികമായി അവർ കണക്ക് പറഞ്ഞു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും വരട്ടെ എന്ന് വിളിച്ച് ചോദിച്ച യഹൂദ ജനത്തോട് AD 70 കണക്ക് ചോദിച്ച ദൈവം യെരുശലേം ദേവാലയത്തെയും ജനത്തെയും നോക്കി ക്രിസ്തുവിന്റെ പ്രവചനം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇളകിപ്പോകുന്ന കാലം വരും. തീത്തോസ് കൈസറിന്റെ നേതൃത്വത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് ചരിത്രം സാക്ഷി. അവന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ഈ കല്ലിൽ തട്ടിയാൽ ധൂളിയായി പോകും. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഇസ്കരിയോത്ത യൂദ ഒറ്റ നോട്ടത്തിൽ. മത്തായി 27:3-10 വരെ. ഈ സംഭവ ചിത്രീകരണം യേശുവിന്റെ വിചാരണയുടെ അനുക്രമമായി നാടകത്തിലെ ഉപനാടകം പോലെ മത്തായി മാത്രം വെളിപ്പെടുത്തുന്നു.
യൂദയുടെ പിൻഗാമിയായി മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നതിലൂടെ ലൂക്കോസ് വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1:16 മുതൽ 19 വരെ. പത്രോസിന്റെ പരിണാമവും ഈ സംഭവവും തമ്മിലുള്ള അന്തരം വെളിപ്പെടുത്താനായിരിക്കണം ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഓരോരുത്തരും ദൈവിക പ്രവചനം നിവർത്തിക്കുകയാണ്. യൂദയെക്കുറിച്ച് മത്തായി 26:24 പത്രോസിനെ കുറിച്ച് മത്തായി 24:36 നോക്കുക. എന്നാൽ പത്രോസിന്റെ കൈപ്പോടുള്ള കരച്ചിലും യൂദയുടെ ദുഃഖവും ആത്മഹത്യയും തമ്മിലുള്ള ബന്ധം എത്ര വലുത്! യൂദയെ സർവജ്ഞാനിയായ കർത്താവ് നേരത്തെ കണ്ടിരുന്നു. 12 ശിഷ്യന്മാരിൽ യേശുവിനെ തള്ളിപ്പറയുവാൻ പത്രോസിനെ കണ്ടപ്പോൾ ഒറ്റിക്കൊടുക്കുന്ന ദൗത്യം യൂദ ഏറ്റെടുത്തു. യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് മുന്നമേ യേശു തന്റെ പരസ്യ പ്രാർത്ഥനയിൽ അവൻ നാശയോഗ്യൻ എന്ന് പറയുന്നു. യോഹന്നാൻ 17:12. 12 പേരിൽ യൂദ നശിച്ചുപോയി എന്ന് ക്രിസ്തു പറയുന്നു. ഓരോ മനുഷ്യന്റെയും ഗമനഫലം സ്ഥിരീകരിപ്പാൻ കഴിവുള്ളവൻ ക്രിസ്തു മാത്രം. യോഹന്നാൻ 17 പ്രാർത്ഥനയ്ക്ക് മുന്നമേ സാത്താൻ യൂദയിൽ കടന്നു. ക്രിസ്തുവിനറിയാൻ ദ്രവ്യാഗ്രഹിയായ യൂദ, സ്വന്തം ഗുരുവിനെ വിറ്റ് കളയുന്ന യൂദ ഒരിക്കലും ജീവിച്ചിരിക്കില്ല. കാരണം അറുത്ത് മുടിച്ചു കൊല്ലുന്ന ദുഷ്ടനത്രേ ഉള്ളിൽ കയറിയത്. യൂദ ഗുരുവിനെ തള്ളിയാൽ തിരികെ വരില്ല. പത്രോസിനോട് പറയുന്നു, തള്ളിപ്പറഞ്ഞാലും നീ തിരിച്ചു വരും. യൂദയുടെ ഹൃദയ നിരൂപണവും ജീവിതവും അറിഞ്ഞ ദൈവം തിരുവചന നിവൃത്തിക്കായി അവരെ തിരഞ്ഞെടുക്കുന്നു. മത്തായി 27:3-4. യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് കണ്ട് യേശു പിടിക്കപ്പെടുമെങ്കിലും കുലയ്ക്ക് വിധിക്കപ്പെടും എന്ന് യൂദ കരുതിയില്ല. അവൻ സ്വതവേ അല്ല സ്വന്തം ഗുരുവിനെ കാണിച്ചു കൊടുത്തത്. സാത്താന്റെ നിയോഗത്തിലും നിയന്ത്രണത്തിലും നിയമത്തിലുമായിരുന്നു. ഒരുപക്ഷെ അവൻ കെട്ടിത്തൂങ്ങി ചത്തത് സ്വബുദ്ധിയിലായിരിക്കാം. സുബോധം ലഭിച്ചവൻ താൻ ചെയ്ത ദുഷ്പ്രവൃത്തി എന്തെന്ന് ചിന്തിക്കുവാൻ പോലും കഴിയാതെ നിയന്ത്രണം വിട്ട് നിലയില്ലാതെ തുലഞ്ഞത്. യേശു പിടിക്കപ്പെട്ടാലും അത്ഭുതം ചെയ്ത് അവൻ രക്ഷപ്പെടും, തനിക്ക് കിട്ടുന്ന കാശ് ലാഭം എന്ന് കരുതിയിരിക്കാം. പ്രതീക്ഷയ്ക്ക് വിപരീതമായി സംഭവിക്കുന്നത് കണ്ടപ്പോൾ താൻ അനുതപിച്ചു. അത് അവന്റെ രക്ഷയുടെ അനുതാപമല്ല, ശിക്ഷയുടെ ജീവിതാന്ത്യത്തിന്റെ അനുതാപമായിരുന്നു. അവനിൽ ഉയർന്നു പൊങ്ങിയത് കേവലം ദുഃഖം മാത്രമായിരുന്നു. ക്രിസ്തുവിനോടുകൂടെ 3.5 വർഷം നടന്നിട്ടും അകത്തളത്തിൽ അങ്കുരിക്കാത്ത വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നിമിത്തം അവനെ ആത്മഹത്യയ്ക്ക് പ്രേരിതനാക്കി. ലോകത്തിന്റെ ദുഃഖം മരണം ഉളവാക്കുന്നു. 2 കൊരിന്ത്യർ 7:9-10. അവന് ഗുരുവിനെ വിറ്റ് കിട്ടിയ കാശ് അസ്വസ്ഥനാക്കി. ആ കാശ് മന്ദിരത്തിൽ എറിഞ്ഞു കളഞ്ഞു. പത്രോസ് യേശുവിനോട് നിലവിളിച്ചു പാപമോചനത്തിനായി അടുക്കൽ പോയപ്പോൾ യൂദ മഹാപുരോഹിതന്റെ അടുക്കൽ പോയി. മഹാപുരോഹിതൻ മലർത്തി കാണിച്ചു. അവരുടെ ഉത്തരവാദിത്തം കാശ് കൊടുത്തതിലൂടെ തീർന്നു. പാപമോചനം വിളമ്പുവാൻ, പരിഹാരം വരുത്തുവാൻ അവർക്ക് കഴിയുകയുമില്ല. അവരിൽ നിന്ന് ലഭിച്ച രക്തത്തിന്റെ കൂലിയായ 30 വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു. മത്തായി 27:5. ആ പണം യൂദയുടെ കയ്യിലും ആ കുറ്റം അവന്റെ മനസ്സാക്ഷിയിലും എരിഞ്ഞുകൊണ്ടിരുന്നു. യേശുവിന് വില മഹാപുരോഹിതൻ കൽപ്പിച്ചത് 30 വെള്ളിക്കാശായിരുന്നു. കാരണം പരദേശികളുടെ അടക്കത്തിന് നിലം വാങ്ങേണ്ടത് 30 കാശിനായിരുന്നു. മത്തായി 27:9-10. യിരെമ്യാ പ്രവാചകനിലൂടെയുള്ള പ്രവചന നിവൃത്തി. യേശുവിന്റെ പ്രായത്തിന്റെ വില പോലും അവർ കൽപ്പിച്ചില്ല. പണക്കൊതിയനായ യൂദ ചിലപ്പോൾ 33 ചോദിച്ചിരിക്കാം. വയസ്സ് 33 അല്ലേ? മഹാപുരോഹിതൻ 30 വെള്ളിക്കാശ് വിലപേശി. 30 വയസ്സുവരെ യേശു ആർക്കും ദ്രോഹം ചെയ്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള കാലത്തിനനുസരിച്ച് പണം കൊടുത്തു എന്ന് അനുമാനിക്കാം. ഒരടിമയുടെ അന്നാളിൽ വില 30 തന്നെ. അങ്ങനെ യൂദ സകലവും ഉപേക്ഷിച്ച് ഒരു പിടി കയറിൽ ജീവിതം അവസാനിപ്പിച്ചു. അവൻ കെട്ടിഞ്ഞാണി ചത്തു. എന്ത് ദാരുണമായ അന്ത്യം! ക്രിസ്തുവിളിൽ ഇല്ലാത്തവരുടെ അന്ത്യം ഭയാനകം തന്നെ. യൂദയുടെ അന്ത്യം പറയപ്പെടുന്നത് അവൻ കെട്ടിത്തൂങ്ങിയ കയർ പൊട്ടി നിലം പതിച്ചു, ശരീരം മുഴുവനും ചിതറിപ്പോയി എന്നാണ്. ആ ശരീരഭാഗങ്ങൾ രക്തത്തോടു കൂടി വാരിക്കൂട്ടി സംസ്കരിച്ചു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ രക്തവിലയായ കാശിനാൽ യൂദയുടെ പരദേശികളെ അടക്കം ചെയ്യുവാൻ കുശവന്റെ നിലം വാങ്ങി. ആ സ്ഥലത്തിന് രക്തനിലം എന്നും പേര് കൊടുത്തു. ദ്രവ്യാഗ്രഹം മൂലം കണിയിലും പരീക്ഷയിലും അകപ്പെട്ട് സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുന്നു. 1 തിമോത്തിയോസ് 6:9-10. ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നു. റോമർ 1:18. ദൈവഹിതമല്ലാത്ത നിരാശയുടെയും ദുഃഖത്തിന്റെയും പരിണത ഫലം മരണം. അങ്ങനെ യൂദയുടെ അന്ത്യം കണ്ടു.